നമസ്കാരം. പുറത്തുനിന്ന് നോക്കുന്ന ഏതൊരു വ്യക്തിയും ഒറ്റ നോട്ടത്തിൽ കരുതിപ്പോകും ഇതൊരു വൻകിട പഞ്ചനക്ഷത്ര ആഡംബര ഹോട്ടലാണ്. എന്നാൽ സംഭവം അതല്ല. പത്തനാപുരത്തെ കോടികൾ ഒഴുക്കി നിർമ്മിച്ച താലൂക്ക് ആശുപത്രിയുടെ പുതിയ 6 നില കെട്ടിടമാണ്. കെട്ടിടത്തിന്റെ പണി പൂർത്തിയായി വരുന്ന ഘട്ടത്തിൽ കാര്യങ്ങൾ നേരിട്ട് വിലയിരുത്താനെത്തിയ മന്ത്രി കെ മുരളീധരൻ പോലും അകത്ത് കയറി കാഴ്ചകൾ കണ്ടതോടെ ശരിക്കും ഞെട്ടിപ്പോയി. ഇത് കണ്ടാൽ ഒരു ഹോട്ടലാക്കാനേ കൊള്ളൂ, അല്ലാതെ പാവപ്പെട്ട രോഗികൾക്ക് ചികിത്സ കൊടുക്കാനുള്ള ആശുപത്രിയാക്കാൻ കൊള്ളില്ല എന്ന് സ്വന്തം വകുപ്പിലെ നിർമ്മാണത്തെക്കുറിച്ച് ഒരു മന്ത്രിക്ക് തുറന്നടിക്കേണ്ടി വന്നു എന്നത് നിസ്സാര കാര്യമാണ്. വികസനത്തിൻ്റെ തിളങ്ങുന്ന ചില്ലുകൊട്ടാരമായിട്ട് മുൻ സർക്കാരും ആരോഗ്യവകുപ്പും ഉയർത്തിക്കാട്ടിയ പദ്ധതിയുടെ യഥാർത്ഥ അവസ്ഥയാണ് ഈ ഒറ്റ വാക്കോടെ വെളിച്ചത്തായത്. കേട്ടാൽ അതിശയം തോന്നും. 6 നിലകളിൽ കൂറ്റൻ മന്ദിരം ഉയർത്തിയിട്ടും ഒരു താലൂക്ക് ആശുപത്രിക്ക് ഏറ്റവും അത്യാവശ്യമായ CT സ്കാനിങ്, MRI സ്കാനിങ് എന്നീ സൗകര്യങ്ങൾ പോലും അവിടെ പ്ലാൻ ചെയ്തിട്ടില്ല എന്നത്. എന്നാൽ അപ്പുറത്ത് 4 അത്യാധുനിക ഓപ്പറേഷൻ തിയേറ്ററുകൾ പണിതുയർത്തുകയും ചെയ്തിട്ടുണ്ട്. രോഗിയുടെ ഉള്ളിലെ രോഗം എന്താണെന്ന് പ്രാഥമികമായി കണ്ടെത്താൻ ഒരു സാധാരണ എക്സ്റേയോ സ്കാനിങ്ങോ ഇല്ലാതെ ഈ ഡോക്ടർമാർ എങ്ങനെ ഓപ്പറേഷൻ നടത്തുമെന്നാണ് സർക്കാരും നിർമ്മാണം നടപ്പിലാക്കിയ പ്ലാനർമാരുമൊക്കെ കരുതിയിരുന്നത്. പ്രാഥമിക രോഗനിർണയ സംവിധാനങ്ങൾ പോലും ഇല്ലാതെ ഇത്രയും വലിയ തിയേറ്ററുകൾ കെട്ടിപ്പൊക്കിയത് ആരെ പറ്റിക്കാനായിരുന്നുവെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. താലൂക്ക് ആശുപത്രി എന്ന വലിയ പേര് നൽകി നാട്ടുകാരെ കൊതിപ്പിച്ച ശേഷം ഒടുവിൽ ഇതൊരു സാധാരണ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൻ്റെ നിലവാരത്തിലേക്ക് തരംതാഴേണ്ട ഗതികേടിലേക്കാണ് ജനങ്ങളെ തള്ളിവിട്ടത്. വികസനത്തിൻ്റെ പേരിൽ നടന്ന ഈ കണ്ണു തള്ളിക്കുന്ന ധൂർത്തിൻ്റെ കഥകൾ അവിടെയും തീരുന്നില്ല. 6 നിലകളുള്ള ഈ വലിയൊരു കെട്ടിടം പണിതിട്ട് രോഗികളെ കിടത്തി ചികിത്സാൻ നീക്കി വെച്ചിരിക്കുന്നത് വെറും 89 ബെഡുകൾ മാത്രമാണ്. പോരാത്തതിന് കെട്ടിടം മുഴുവൻ സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷണറാക്കി മാറ്റിയിരിക്കുന്നു. മാസം തോറും 25 ലക്ഷത്തിലധികം രൂപ വൈദ്യുതി ബില്ല് ഇനത്തിൽ മാത്രം കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ. സൗജന്യ ചികിത്സയ്ക്കും ആവശ്യത്തിന് മരുന്നിനും പണമില്ലെന്ന് എപ്പോഴും പറയുന്ന ആരോഗ്യവകുപ്പാണ് ഒരു ആഡംബര റിസോർട്ടിന് സമാനമായി കെട്ടിടത്തിൻ്റെ കാഴ്ച ഭംഗിക്ക് വേണ്ടി മാത്രം മാസം 1/4 കോടി രൂപ കറണ്ട് ബില്ലായി കത്തിച്ചു കളയാൻ പ്ലാൻ ഇട്ടിരിക്കുന്നത്. പക്ഷേ ഈ നാടകത്തിലെ ഏറ്റവും രസകരവും ഭയാനകവുമായിട്ടുള്ള ക്ലൈമാക്സ് പുറത്തു വന്നത് പദ്ധതിയുടെ അവലോകന യോഗത്തിലാണ്. നിർമ്മാണ ഏജൻസിയായിട്ടുള്ള ഇൻകൽ കെട്ടിടത്തിൻ്റെ 65% പണി പൂർത്തിയാക്കി കോടികളുടെ ബില്ല് വാങ്ങിയ ശേഷമാണ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ ഇരുന്ന് കൈമലർത്തുന്നത്. സ്വന്തം വകുപ്പിൻ്റെ കീഴിൽ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് ഉയരുന്ന 6 നില കെട്ടിടത്തിൽ എന്തുണ്ടെന്നോ എന്തില്ലെന്നോ പോലും അറിയാത്ത ഉദ്യോഗസ്ഥ ബന്ധവും അവർക്ക് മേൽ യാതൊരു നിയന്ത്രണവുമില്ലാത്ത ഭരണ സംവിധാനവുമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. നിർമ്മാണ ഏജൻസികൾക്ക് കോൺട്രാക്റ്റും കമ്മീഷനും നൽകാൻ കാണിച്ച തിടുക്കം നിർഭാഗ്യവശാൽ രോഗികളുടെ ആവശ്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതിൽ ആരും കാണിച്ചില്ല. കെട്ടിടത്തിൻ്റെ അനാസ്ഥ അവിടെയും നിർത്തിയില്ല. സുരക്ഷയുടെ കാര്യത്തിലും കടുത്ത അനാസ്ഥയാണ് കാട്ടിയത്. തൊട്ടടുത്ത് കൂടി ഒഴുകുന്ന കല്ലടയാറിൻ്റെ തീരം ഇടിഞ്ഞു താഴുമ്പോഴും കോടികൾ മുക്കി പണിയുന്ന ഈ കെട്ടിടം നാളെ ആറ്റിലേക്ക് ഒലിച്ചു പോകുമോ എന്ന് ചിന്തിക്കാൻ പോലും ആരും തയ്യാറായില്ല. കെട്ടിടത്തിന് സംരക്ഷണ ഭിത്തി നിർമ്മിക്കാനുള്ള പ്ലാൻ പോലും ഈ വലിയ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല എന്നത് വിശ്വസിക്കാൻ പോലും ആകാത്ത ഒരു കാര്യമാണ്. ദശാബ്ദങ്ങളായിട്ട് പത്തനാപുരത്തെ പ്രതികരിച്ച് മുൻ MLA KV ഗണേഷ് കുമാറാണ് ഇനി ഇതിനൊക്കെ ജനങ്ങളോട് മറുപടി പറയേണ്ടത്. നാട് മുഴുവൻ ഫ്ലക്സ് ബോർഡുകൾ വെച്ച് വികസനം പ്രസംഗിച്ചപ്പോൾ സ്വന്തം മൂക്കിൻ തുമ്പത്ത് ഉയർന്നു വന്ന ഈ അനാസ്ഥകൾ അദ്ദേഹം കണ്ടില്ലെന്ന് നടിക്കുകയായിരുന്നുവെന്ന് വേണം ഇതിലൂടെ കരുതാനായിട്ട്. രോഗികൾക്ക് അടിസ്ഥാന സ്കാനിംഗ് സൗകര്യമില്ലാത്ത 6 നിലയിൽ വെറും 89 ബെഡുകൾ മാത്രം കൊള്ളിക്കുന്ന കല്ലടയാറിൻ്റെ തീരത്ത് അപകട ഭീഷണിയിൽ തന്നെ പണിതുയർത്തിയ ഈ ഒരു കെട്ടിടമാണോ ഇവിടുത്തെ യഥാർത്ഥ വികസന നേട്ടം? ചികിത്സ തേടിയെത്തുന്ന പാവപ്പെട്ട മനുഷ്യരുടെ കണ്ണിൽ പൊടിയിട്ട് നിർമ്മാണ ഏജൻസികൾക്ക് കോടികൾ കൊള്ളയടിക്കാൻ വഴിയൊരുക്കിയ അന്നത്തെ സർക്കാരിൻ്റെയും കണ്ണടച്ചിരുട്ടാക്കിയ വകുപ്പുകളുടെയും വോട്ട് മാത്രം ലക്ഷ്യമിട്ട് കെട്ടിടങ്ങൾ ഉയർത്തിയ പ്രാദേശിക നേതൃത്വത്തിൻ്റെയും കപടമുഖമാണ് പത്തനാപുരത്ത് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ജനങ്ങളുടെ ജീവൻ വെച്ച് കളിക്കുന്ന ഇത്തരം അനാസ്ഥകൾക്ക് കൂട്ടുനിൽക്കില്ലെന്ന നിലപാടിലാണ് നിലവിലെ ആരോഗ്യവകുപ്പ്. അതുകൊണ്ടാണ് ഇതിനെ പരസ്യമായി വിമർശിക്കാൻ അവർ തയ്യാറായതും.